നമസ്കാരം. ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന, അങ്ങേയറ്റം സന്തോഷിക്കാവുന്ന ഒരു വാർത്ത ഇന്നത്തെ മാധ്യമങ്ങളിലുണ്ട്. നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും. നമ്മുടെ രാജ്യം വളരെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ രാജ്യം ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ നിങ്ങൾക്കറിയാം, ലോകത്തെ നിയന്ത്രിക്കാൻ തക്ക പോലെ വളർന്നു നിൽക്കുകയാണ്. ലോകം മുഴുവൻ ഇന്ത്യയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ഇന്ത്യയാണ് ഇന്ന് ലോകത്തിൻ്റെ ആശ്രയം മുതലായ കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഏറെ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ലോകത്തെ നിയന്ത്രിക്കാൻ പാകത്തിൽ വളർന്ന ഒരു സൂപ്പർ പവറായിട്ട് നിൽക്കുന്ന ഇന്ത്യ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് ഇപ്പോൾ നടക്കുന്ന ഇറാൻ അമേരിക്ക യുദ്ധം മൂലമാണ്. നമ്മുടെ രാജ്യം എണ്ണ വാങ്ങുന്നത് കൂടുതലായിട്ടും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റുമാണ്. ആ എണ്ണ ഇങ്ങോട്ട് വരുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ആ കടലിടുക്ക് ഇറാൻ അടച്ചു എന്ന ഒരു വാർത്ത പരന്നതോടെ അതുവഴിയുള്ള കപ്പൽ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായിട്ടും നിലച്ച മട്ടിലാണ്. എന്നാൽ ഇറാൻ പറയുന്നത്, ഞങ്ങളങ്ങനെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടില്ല, അങ്ങനെ അടയ്ക്കാൻ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ മുൻകൂറായിട്ട് പറയും. പക്ഷേ ഇറാൻ അങ്ങനെ ഔദ്യോഗികമായിട്ട് പറയാതെ തന്നെ ചില വാർത്തകൾ വന്നപ്പോൾ കപ്പലുകൾ അതുവഴിയുള്ള യാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് അനുദിനം ധാരാളം എണ്ണയും പ്രകൃതിവാതകവും LPGയും ഒക്കെ ആവശ്യമാണ്. ഇതിൻ്റെ ഏതാണ്ട് 80-85% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ യാത്ര നിലച്ചു കഴിഞ്ഞാൽ ഏറെ വൈകാതെ നമ്മുടെ രാജ്യം വളരെ വലിയ ഒരു ഊർജ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യം എങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കാം എന്ന് കൂലങ്കഷമായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ റഷ്യ ഇങ്ങോട്ട് പറഞ്ഞത്, ഇന്ത്യ പേടിക്കേണ്ട കാര്യമില്ല, ഇന്ത്യക്ക് എത്ര എണ്ണ വേണമെങ്കിലും എത്ര വാതകം വേണമെങ്കിലും ഞങ്ങൾ തരാം. റഷ്യയുടെ ആവശ്യം പോലെ എണ്ണയും പ്രകൃതിവാതകവും LPGയും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ രാജ്യം റഷ്യക്ക് മറുപടിയൊന്നും കൊടുത്തില്ല. നമ്മുടെ രാജ്യം കാത്തിരുന്നു. ആ കാത്തിരിപ്പിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒടുവിൽ ആ സന്തോഷ വാർത്ത കിട്ടി. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ അമേരിക്ക നമുക്ക് അനുമതി നൽകിയിരിക്കുന്നു. 30 ദിവസത്തെ ഇളവാണ് തന്നിരിക്കുന്നത്. 30 ദിവസം കൊണ്ട് വാങ്ങാവുന്നത്ര എണ്ണ ലോകം നിയന്ത്രിക്കാൻ പോകുന്ന സൂപ്പർ പവറായിട്ടുള്ള ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിക്കൊള്ളണം. നിങ്ങൾ ഏറെക്കാലമായിട്ട് നമ്മുടെ രാജ്യം നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ നേടിയെടുത്തിരിക്കുന്ന സൂപ്പർ പവർ സ്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അങ്ങനെ സൂപ്പർ പവറായിട്ട് മാറിയിരിക്കുന്ന നമ്മുടെ രാജ്യമാണ് ഇപ്പോൾ അമേരിക്കയുടെ മുമ്പിൽ മുട്ടുകുത്തി, ഞങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കോട്ടെ, വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ എന്തെങ്കിലും ചെയ്യുമോ? അമേരിക്ക ആലോചിച്ച് ട്രംപിൻ്റെ അണികളും കൂടെയൊക്കെ മീറ്റിംഗ് കൂടിയിട്ട്, കഷ്ടമല്ലേ, പാവമല്ലേ, സൂപ്പർ പവറല്ലേ, നമ്മുടെ മോദിയല്ലേ, വാങ്ങിച്ചോട്ടെ, ഇറാനുമായിട്ട് യുദ്ധം നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവിടെ എണ്ണ തീർന്നു പോയാലോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിലെ ഇന്ത്യ എന്ന് പറയുന്ന സൂപ്പർ പവർ. ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അങ്ങേര് പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ അമേരിക്കയെ വീണ്ടും വളരെ വലിയ പ്രതാപത്തിലേക്ക് എത്തിക്കും. അമേരിക്ക ആയിരിക്കണം ഈ ലോകത്തിലെ നമ്പർ 1 രാജ്യം. എൻ്റെ ഭരണം അതിനുവേണ്ടിയാണ്. അങ്ങനെയാണ് ട്രംപ് നമ്മുടെ രാജ്യത്ത് നിന്നും അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് തീരുവ ചുമത്താൻ തുടങ്ങിയത്. നിങ്ങൾ ഞങ്ങളുടെ പക്കൽ നിന്നും വാങ്ങുന്ന സാധനങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പകരച്ചുങ്കം ഏർപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് കൊണ്ട് തുടങ്ങിയ അയാളുടെ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം അടുത്ത ട്രംപുകാർ എടുത്തിട്ടു, റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നികുതി ഇനിയും കൂട്ടും. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങാൻ പാടില്ല. ഇന്ത്യ മെല്ലെ മെല്ലെ റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ അളവ് വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ട്രംപ് പറഞ്ഞു, നിങ്ങൾ ചാബഹാറിൽ ഇറാനുമായിട്ട് ചേർന്ന് ഒരു പോർട്ട് ഉണ്ടാക്കുന്നുണ്ട്, അതിൽ നിന്ന് പിന്മാറിക്കോണം. നിങ്ങൾ ചാബഹാറിൽ പണം മുടക്കിയാൽ, നിങ്ങൾ ആ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തീരുവ ചുമത്തും. ഇന്ത്യ അതോടുകൂടി സൂപ്പർ പവറായിട്ടുള്ള ഇന്ത്യ, നരേന്ദ്രമോദിയുടെ സൂപ്പർ പവറായിട്ടുള്ള ഇന്ത്യ അക്ഷരം പ്രതി അതനുസരിച്ചു. ഇക്കഴിഞ്ഞ ബജറ്റിൽ ₹1 പോലും ചാബഹാർ പോർട്ടിന് വേണ്ടി മാറ്റിവെച്ചിട്ടില്ല. അത് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നത്. ഇറാനെ ആക്രമിച്ച് അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ അവർ കൊലപ്പെടുത്തി.
അവിടുത്തെ ഒരു സ്കൂളിൽ പഠിക്കുന്ന 150ഓളം പെൺകുട്ടികളെയും അവർ നിഷ്കരണം കൊലപ്പെടുത്തി. എന്നാൽ ഈ സംഭവം നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രി ജയശങ്കറോ അറിഞ്ഞതേയില്ല. അവരതിനെക്കുറിച്ച് അറിഞ്ഞില്ല. ഒരു പക്ഷേ അവർ അന്നത്തെ ദിവസം പത്രം വായിച്ച് കാണത്തില്ല, അല്ലെങ്കിൽ അവരൊരു പക്ഷേ ഉറക്കത്തിലായിരുന്നിരിക്കാം. എന്തായാലും ശരി, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്നും നമ്മളുമായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ ബന്ധമുള്ള, നമ്മളുമായിട്ട് നല്ല ഉഭയകക്ഷി ബന്ധമുള്ള, നമ്മുടെ ഏത് ആവശ്യത്തിനും ഒപ്പം നിൽക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ട് അതിലൊരു അനുശോചനമെങ്കിലും അറിയിക്കാമല്ലോ, ഒരു ഞെട്ടലെങ്കിലും അറിയിക്കാം മിനിമം. കൊന്നത് അമേരിക്കയും ഇസ്രായേലും ആയതുകൊണ്ട് അപലപിക്കുകയൊന്നും വേണ്ട, എതിർക്കുകയും വേണ്ട. എങ്കിലും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞങ്ങൾ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നെങ്കിലും നരേന്ദ്രമോദിക്കോ ജയശങ്കറിനോ പറയാമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അവർ രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരുന്നത് കൊണ്ട് അവരാ വിവരം ഇതുവരെയും അറിഞ്ഞിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ മരണമെങ്കിലും ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ട് എന്നൊന്ന് പറയാമായിരുന്നു. അതും നമ്മുടെ രാജ്യം പറഞ്ഞില്ല. അതാണ് ഒരു സൂപ്പർ പവർ ആയാൽ നമുക്കുള്ള ഗുണമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ പ്രത്യേകിച്ച് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുകയില്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ്, നമ്മുടെ രാജ്യത്ത് നാവിക അഭ്യാസത്തിന് വന്ന ഒരു ഇറാനിയൻ കപ്പൽ. നാവിക അഭ്യാസത്തിന് വരുന്ന കപ്പലുകളിൽ ആയുധങ്ങൾ ഉണ്ടാകില്ല. ആയുധങ്ങൾ ഇല്ലാതെ മാത്രമേ അങ്ങനെയുള്ള എക്സർസൈസുകൾക്ക് പങ്കെടുക്കാവൂ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ട് തിരികെ പോയ ഇറാനിയൻ കപ്പൽ, അതിനെ അമേരിക്ക വഴിയിൽ വെച്ച് ശ്രീലങ്കയുടെ സമീപത്ത് വെച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തിയിൽ വെച്ച്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് പാത്തിരുന്ന് അതിനെ ആക്രമിച്ച് ആ കപ്പൽ മുക്കി അതിലെ നാവികരെ കൊലപ്പെടുത്തി. ആ സമയത്ത് അവരുടെ രക്ഷയ്ക്ക് ചെന്നത് നമ്മളെക്കാളൊക്കെ വളരെ ചെറിയ രാജ്യമായ, നമ്മുടെ നേവികളൊക്കെ തീർത്തും ദുർബലമായ നേവിയായ ശ്രീലങ്കൻ നേവിയാണ്. ശ്രീലങ്കയുടെ നേവൽ ഫോഴ്സാണ് അവിടെ ചെന്ന് ആ കപ്പലിലുണ്ടായിരുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയതും അതേപോലെ തന്നെ മുങ്ങിത്താണു പോയ നാവികരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഈ സംഭവവും നമ്മുടെ ഭരണാധികാരികൾ അറിഞ്ഞില്ല. നരേന്ദ്രമോദിയോ ജയശങ്കറോ ഇങ്ങനെയൊരു കപ്പൽ നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ വെച്ച്, നമ്മുടെ സമുദ്രാതിർത്തിയിൽ വെച്ച്, നമുക്ക് അങ്ങേയറ്റം ആധിപത്യമുള്ള കടലിൽ വെച്ച് നടന്നതായിട്ട് അറിഞ്ഞില്ല. അറിയാഞ്ഞതുകൊണ്ട് അവരതിലും പ്രത്യേകിച്ച് ഞെട്ടലോ ദുഃഖമോ ഒന്നും രേഖപ്പെടുത്തിയില്ല. അതേപോലെ തന്നെ ഈ കപ്പൽ ഒരു കാര്യവുമില്ലാതെ മുക്കിക്കളഞ്ഞ അമേരിക്കയുടെ പ്രവൃത്തി നല്ലതാണെന്നോ മോശമാണെന്നോ പോലും പറഞ്ഞില്ല. അതുകൂടാതെ ഇപ്പോൾ വീണ്ടും ഒരു കപ്പൽ, അതായത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ നേവൽ എക്സർസൈസിന് വന്ന മറ്റൊരു കപ്പൽ ഇറാൻ്റെ, തിരികെ പോകുന്ന വഴിക്ക് അതിൻ്റെ എൻജിന് എന്തോ ചില തകരാർ ഉണ്ടായതുകൊണ്ടും മറ്റേ കപ്പലിനെ പോലെ തന്നെ അമേരിക്ക ഇതിനെയും ആക്രമിക്കുമോ എന്ന ഭയം കൊണ്ടും അവർ കൊളംബോയുടെ, ശ്രീലങ്കയുടെ സഹായം തേടി. അവർ ഇന്ത്യയുടെ സഹായം തേടിയില്ല. ഈ മേഖലയിലെ സൂപ്പർ പവറാണ് ഇന്ത്യ. നമ്മുടെ രാജ്യം ഈ മേഖലയുടെ ഒരു രക്ഷാധികാരിയാണ്. ഈ മേഖലയിൽ നടക്കുന്ന ഏത് അതിക്രമത്തെയും ചോദ്യം ചെയ്യാൻ തക്ക കെൽപ്പ് നമ്മുടെ രാജ്യത്തിനുണ്ട്. അത് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. നമ്മുടെ നേവൽ ഫോഴ്സിന് ഈ മേഖല തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനുള്ള കഴിവും കരുത്തും ആയുധസന്നാഹവുമുണ്ട്. പക്ഷേ ഇറാനിയൻ കപ്പൽ സഹായം തേടിയത് നമ്മളെക്കാളൊക്കെ വളരെ ദുർബല രാജ്യമായ ശ്രീലങ്കയോടാണ്. ശ്രീലങ്ക അമേരിക്കയെ പേടിച്ചില്ല. ശ്രീലങ്ക ഉടൻ തന്നെ സഹായം അയച്ചു കൊടുത്തു. അവരുടെ നേവൽ ഫോഴ്സ് അവിടെ ചെന്ന് ഈ കപ്പലിലുണ്ടായിരുന്ന നാവികരെ മുഴുവൻ ബോട്ടുകളിൽ കയറ്റി കരയിലെത്തിച്ചു. അവരെല്ലാവരും സുരക്ഷിതരായിട്ട് ഇപ്പോൾ ശ്രീലങ്കയിലുണ്ട്. കപ്പൽ റിപ്പയർ ചെയ്യാനായിട്ട് അവിടെയുള്ള ഏതോ യാർഡിലേക്ക് മാറ്റുകയുമാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ രാജ്യമാണ് ഇന്ത്യൻ മഹാസമുദ്രവും ഇതിൻ്റെ ചുറ്റുമുള്ള സമുദ്രങ്ങളുമൊക്കെ നിയന്ത്രിക്കുന്നത്. ഈ സമുദ്രങ്ങളുടെ മേൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആധിപത്യമുണ്ട്. എന്നാൽ നമ്മുടെ സമുദ്രമേഖലയിൽ വന്ന് നമ്മുടെ അതിഥികളായിട്ട് വന്നു പോയ ഒരു കപ്പലിനെ അമേരിക്ക മുക്കിക്കളഞ്ഞപ്പോൾ അതേക്കുറിച്ച് അറിഞ്ഞ ഭാവം പോലും കാണിക്കാതെ ഇരിക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി ജയശങ്കറും. നിങ്ങളൊരു പക്ഷേ ഇത്രയൊന്നും പ്രതീക്ഷിച്ച് കാണില്ല. ഇന്ത്യ സൂപ്പർ പവറായി കഴിഞ്ഞു, അമേരിക്കയും റഷ്യയും ഒക്കെ ഇപ്പോൾ നമ്മുടെ താഴെയാണ് എന്ന് ഗോദി മീഡിയ തള്ളിമറിച്ചപ്പോൾ അവർ ഏറെക്കാലമായിട്ട് നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ എത്രമാത്രം വലുതായി എന്നിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളിപ്പോൾ എവിടെത്തി നിൽക്കുകയാണ്? റഷ്യയിൽ നിന്നും എണ്ണ മേടിക്കാൻ നമുക്ക് തമ്പ്രാൻ്റെ അനുമതി വേണം. തമ്പ്രാൻ അനുമതി കൊടുത്തത് നമ്മുടെ പത്രങ്ങളിലെല്ലാം പ്രധാന പേജിലെ വാർത്തയായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രം
അമേരിക്കയുടെ കൽപ്പനയ്ക്ക് കാത്തു നിൽക്കുകയാണ്, ഒരു ഭിക്ഷക്കാരനെ പോലെ. അമേരിക്കയുടെ കൽപ്പന കിട്ടാതെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ നമുക്ക് ധൈര്യമില്ല. നമ്മുടെ രാജ്യം ഇത്ര മനോഹരമായ ഒരു നിലയിലെത്തിയത് ശ്രീ നരേന്ദ്രമോദിയുടെ കഠിനാധ്വാനം കൊണ്ടാണ്. അദ്ദേഹം തന്നെ തുടർന്നും ഈ രാജ്യം ഭരിക്കണം. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്രയ്ക്ക് വളരെ വിധേയപ്പെട്ട് അമേരിക്കയുടെ കൽപ്പനകൾക്ക് കാത്തു നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടി പറയുന്നത് എംസ്റ്റീൻ ഫയൽസ്, വേറെ കാരണമൊന്നുമില്ലെന്നാണ് അവർ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. താങ്ക് യു.